ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇറാന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സന്തുഷ്ടനല്ല. ആക്രമണം വേണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ട്രംപ്. ആണവ ചർച്ചകളുടെ വിഷയത്തിൽ ഇറാന്റെ കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കണമോ എന്ന കാര്യത്തിൽ താൻ തീരുമാനം എടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. അർത്ഥവത്തായ ഒരു ധാരണയിലെത്തുവാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും സമാധാനപരമായ മാർഗത്തിലൂടെ അത് നേടണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇറാനുമായി ധാരണയിലെത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ഇറാനെതിരെ വലിയൊരു തീരുമാനം എടുക്കേണ്ടി വന്നേക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ജനീവയിൽ നടന്ന മൂന്നാം ഘട്ട ആണവ ചർച്ചയിലും അമേരിക്കയും ഇറാനും കരാറിൽ ധാരണയിലെത്തിയിട്ടില്ല. ആരോഗ്യമന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധം. KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. 5 പേർക്കെതിരെയും വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ വീട്ടിൽ പരിപൂർണ വിശ്രമത്തിൽ തുടരുകയാണ്. മാർച്ച് 2 വരെയുള്ള മന്ത്രിയുടെ എല്ലാ പരിപാടികളും റദ്ദാക്കി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മന്ത്രി പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് എത്തിയത്. മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ച ചികിത്സകൾ മന്ത്രിക്ക് നൽകുന്നുണ്ട്. ഇന്നലെ രാവിലെ 4 മണിയോടുകൂടിയാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും മന്ത്രി ഡിസ്ചാർജ് ആയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മന്ത്രിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ഫോളോ അപ്പ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. കഴുത്തിലെ വേദന കുറഞ്ഞിട്ടില്ല എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. അതേസമയം വീട്ടിലേക്ക് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസിന്റെ കാവലും വീടിന് സമീപത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദ കേരള സ്റ്റോറി 2 ഇന്ന് പ്രദർശനം ആരംഭിക്കും. കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ ന്യൂൺ ഷോ മുതൽ പ്രദർശനം. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായതോടെ ദ കേരള സ്റ്റോറി 2 ഇന്ന് പ്രദർശനം ആരംഭിക്കും. കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ ന്യൂൺ ഷോ മുതൽ പ്രദർശനം നടക്കും. വെള്ളിയാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ റിലീസെങ്കിലും വ്യാഴാഴ്ച ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പ്രദർശനാനുമതി നിഷേധിക്കുകയായിരുന്നു. ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഇന്നലെ അനുകൂല വിധിയുണ്ടായതോടെ ചിലയിടങ്ങളിൽ രാത്രി ചിത്രം പ്രദർശിപ്പിക്കുവാൻ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ടീസറിലെ ദൃശ്യങ്ങൾ മാത്രം ആധാരമാക്കി ചിത്രത്തെ വിലയിരുത്തുവാൻ കഴിയില്ല എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ആർട്ടിമിസ് 3-4 പുതിയ ചാന്ദ്ര ദൌത്യം പ്രഖ്യാപിച്ച നാസ. ആർട്ടിമിസ് 2 ദൌത്യം വൈകും. പുതിയ ചാന്ദ്ര ദൌത്യം പ്രഖ്യാപിച്ച നാസ ആർട്ടിമിസ് 3-4 ദൌത്യങ്ങൾ പ്രഖ്യാപിച്ചു. ആർട്ടിമിസ് 4 ദൌത്യം മനുഷ്യനെ വീണ്ടും ചന്ദ്രോപരിതലത്തിൽ എത്തിക്കും. ആർട്ടിമിസ് 4 ദൌത്യം 2028 ഉണ്ടാകും എന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. ആർട്ടിമിസ് 3 ദൌത്യം അടുത്ത വർഷം മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുവാനുള്ള സാങ്കേതിക വിദ്യ ലോ എർത്ത് ഓർബിറ്റിൽ പരീക്ഷിക്കും. ഇറാനിലെ എംബസിയിൽ നിന്നും ജീവനക്കാരെ പിൻവലിക്കുവാൻ UK. എംബസിയുടെ പ്രവർത്തനം ഓൺലൈനായി തുടരും. ജനീവയിൽ നടന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതോടെ ഇറാനിലെ എംബസിയിൽ നിന്നും തങ്ങളുടെ ജീവനക്കാരെ പിൻവലിക്കുന്നതായി UK. ജീവനക്കാരെ ഉടനെ തന്നെ മാറ്റുമെന്നും എംബസിയുടെ പ്രവർത്തനം ഓൺലൈനായി തുടരുമെന്നും UK സർക്കാർ വ്യക്തമാക്കി. ആണവ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് ഇറാനെ US ആക്രമിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചത്. അതേസമയം ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി വാഷിംഗ്ടണിലെത്തി. യുദ്ധം ഒഴിവാക്കുവാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായുള്ള ചർച്ചകൾക്കായാണ് ഒമാൻ മന്ത്രി അമേരിക്കയിലെത്തിയത്. ഇതിനിടെ ഇസ്രായേൽ വിടുവാൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി അമേരിക്ക. ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പൌരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് വീഡിയോ ഗാനം പുറത്ത്. സോഷ്യൽ മീഡിയയിലെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരുക്കിയ വാഴ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായ വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്ന ചിത്രത്തിലെ വാനില ചെടിയെ വാഴോളം വളര് എന്നാരംഭിക്കുന്ന ഒഫീഷ്യൽ വീഡിയോ ഗാനം റിലീസായി. നവാഗതനായ സവിൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും വിപിൻ ദാസ് എഴുതുന്നു. ഏപ്രിൽ 2 പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രത്തിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി ഹാഷിർ, അമീൻ തുടങ്ങിയ ഒരുപറ്റം യുവതാരങ്ങൾക്കൊപ്പം സുധേഷ്, വിജയ് ബാബു, അജു വർഗീസ്, അരുൺ, അൽഫോൺസ് പുത്രൻ, വിനോദ് കെടാമംഗലം തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു. ത്രില്ലർ പോരിൽ കിവീസിനെ കീഴടക്കി ഇംഗ്ലണ്ട്. സെമി പ്രതീക്ഷ നിലനിർത്തി പാകിസ്ഥാൻ. 2020 ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് ത്രസിപ്പിക്കുന്ന ജയം. അവസാന 3 ഓവറിൽ 43 റൺസ് അടിച്ച് 4 വിക്കറ്റിന് ജയിച്ചു. കളി കൈവിട്ടതോടെ കിവീസിന് സെമി ഉറപ്പിക്കാനായില്ല. ന്യൂസിലൻഡിന്റെ തോൽവിയോടെ പാകിസ്ഥാൻ സെമി പ്രതീക്ഷ നിലനിർത്തി. നാളെ ശ്രീലങ്കയെ വൻ മാർജിനിൽ തോൽപ്പിക്കുവാൻ ന്യൂസിലൻഡിനെ മറികടന്ന് പാകിസ്ഥാൻ അവസാന 4-ൽ എത്തും. ജയിച്ചാൽ സെമി ടിക്കറ്റ് എടുക്കാമായിരുന്നുവെങ്കിലും തോൽവിയോടെ കിവീസിന്റെ കാത്തിരിപ്പ് നീണ്ടു.
ഇംഗ്ലണ്ട് നേരത്തെ സെമി ഉറപ്പിച്ചിരുന്നു. 3 മത്സരങ്ങളിൽ നിന്നും 6 പോയിന്റാണ് ഇംഗ്ലണ്ടിനുള്ളത്. തുടക്കം പതറിയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗെങ്കിലും 3-ാം വിക്കറ്റിൽ ഒന്നിച്ച ജേക്കബ് ബെത്തവും ഹാരി ബ്രൂക്കും ഇംഗ്ലണ്ടിന്റെ സ്കോർ ഉയർത്തി. പിന്നാലെ 5-ാം വിക്കറ്റിൽ ടോം ബാന്റൺ, സാം കറൻ കൂട്ടുകെട്ട ടീമിനെ 100 കടത്തി. എന്നാൽ പിന്നീട് ഇംഗ്ലണ്ട് തകർന്നടിയുന്നതായിരുന്നു കണ്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.